ഹായ് ഗായ്സ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഒരു വലിയൊരു ഗ്യാപ്പ് നമ്മളെ വീഡിയോസിൻ്റെ ഇടയിൽ വന്ന് വേറൊന്നുമല്ല കാരണം ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊന്ന് കംപ്ലൈൻ്റായി, ഡിസ്പ്ലേ കംപ്ലൈൻ്റായിട്ട് എൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഞാൻ ചേഞ്ച് ചെയ്തൊക്കെ നോക്കി. പക്ഷേ ഈ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്താൽ ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡാണല്ലോ ഫോണിന്. അപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാനൊരു കോൺഫിഡൻസ് ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാൻ റിപ്പയർ ചെയ്ത് വന്നതിൻ്റെ ശേഷവും ആ ഡിസ്പ്ലേ ഭയങ്കര കംപ്ലൈൻ്റൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് ഇതായി. അപ്പോൾ ഞാൻ പുതിയൊരു ഫോൺ എടുത്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇനിയിപ്പോൾ പുതിയ ഫോൺ എടുത്തിട്ടാക്കാം, അതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചു. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒരു പുതിയൊരു ഫോണൊക്കെ എടുത്തു. ലൈഫിൽ കുറേ ബിസി ആയിട്ടുള്ള കുറേ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ ഇവൻറ്റ്സൊക്കെ കഴിഞ്ഞു സമാധാനമായിട്ട് ബാക്ക് ടു എൻ്റെ ആ റൊട്ടീനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ ഒരു കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. ഒന്നും പഴയ പോലെയല്ല, ഒരു റുട്ടീൻസ് ഒന്നും കറക്റ്റ് ആവുന്നുണ്ടായില്ല, തീരെ കംഫർട്ടബിൾ അല്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് റീഫ്രഷ് ആക്കി എടുത്ത് കുറേ ദിവസം ലീവൊക്കെ എടുത്ത് ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പൊക്കെ പോയി വന്ന് നല്ല റിലാക്സ് ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറ് വെച്ചു, തൈര്, സാലഡ് ഉണ്ടാക്കി. ഈ ഉണക്കമീൻ ഉണ്ടല്ലോ, ഉണക്കമീനിന് പല നാട്ടിൽ പല പേരായിരിക്കും പറയാം, അത് ഒരു ചമ്മന്തി ഒക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി, മുട്ടയൊക്കെ വറുത്തു. നല്ല ഫുഡായിരുന്നു, എൻ്റെ ഒരു കംഫർട്ട് ഫുഡായിരുന്നു അത്. പണ്ട് പഠിക്കാൻ പോയ കാലത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കിയിരുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഫുഡ്. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കി ആറിയിട്ടത് ഉണക്കിയത് ഉണ്ടായിരുന്നു, അതെടുത്തു കൊണ്ടുവന്നു. പിന്നെ അമ്മ അലക്കി വെച്ചത് കുറച്ചുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പുറത്ത് ഞാനൊരു ട്രിപ്പ് പോയി വന്ന കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അമ്മ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആറിയിട്ട് ബാക്ക് ടു എൻ്റെ പഴയ റൂട്ടീനിലേക്ക് എത്തി ഞാൻ. അപ്പോൾ ബായ്.